ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഫാസിനേറ്റിംഗ് സിംഗപ്പൂർ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം ഹാർബർ ഫ്രണ്ട് ആണ്. ഹാർബർ ഫ്രണ്ട് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഷിപ്പ്, ക്രൂയിസ്, അതുപോലെ ഫെറി എല്ലാം വരുന്ന സ്ഥലമാണ് ഹാർബർ ഫ്രണ്ട്. ഹാർബർ ഫ്രണ്ടിനോട് ചേർന്ന് 2 ടെർമിനലുണ്ട്. ക്രൂയിസ് വരാൻ വേണ്ടിയിട്ട് ക്രൂയിസ് ടെർമിനലിൽ നിന്നും നമുക്ക് ഫെറിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഫെറി ടെർമിനൽ എന്നും പറയും. പക്ഷേ നമുക്ക് ഇവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് ആക്ച്വലി ഇന്തോനേഷ്യയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് ഫെറി എടുക്കാമായിരുന്നു. അധികം ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 1 അവറിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഷിപ്പൊക്കെ വരുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ നമുക്ക് പോയി നോക്കാം, ഷിപ്പൊക്കെ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതുകൂടാതെ ഈ ഹാർബർ ഫ്രണ്ടിനോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പിംഗ് മാളുണ്ട്. അതുകൂടാതെ സെൻറ്റോസ എന്ന് പറയുന്ന ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. പക്ഷേ ആ സെൻറ്റോസ ഇന്ന് നമ്മൾ കവർ ചെയ്യണില്ല, കാരണം സെൻറ്റോസ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ വേണം. ഹാർബർ ഫ്രണ്ടിൽ നിന്ന് ബസ് അല്ലെങ്കിൽ നമ്മൾ മോണോ റെയിൽ എടുത്തിട്ട് വേണം സെൻറ്റോസയിലോട്ട് പോകാൻ. അപ്പം നമുക്ക് ഹാർബർ ഫ്രണ്ടിൽ നിന്ന് മോണോ റെയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. മോണോ റെയിൽ എടുത്തിട്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഹാർബർ ഫ്രണ്ട് പോവുകയാണ്. ഹാർബർ ഫ്രണ്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇത് ഹാർബർ ഫ്രണ്ടിനോട് ചേർന്നുള്ള ഷോപ്പിംഗ് മാളാണ്. വിവോസിറ്റി എന്നാണ് പേര്. സിംഗപ്പൂരിലൊരു 1 ഓഫ് ദ വെൽ നോൺ ആൻഡ് ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് മാൾസിൽ ഒന്നാണ് ഈ ഹാർബർ ഫ്രണ്ടിലുള്ള വിവോസിറ്റി. ഇതിൻ്റെ മുന്നിലായിട്ടൊരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം അതെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ക്രൗഡഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം മുമ്പെല്ലാം ഈവനിങ്സിൽ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു ഈ വാട്ടർ ഫൗണ്ടൈൻ എല്ലാം കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പക്ഷേ കൊറോണ കാരണം അതെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. ഈ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലുള്ള ഒട്ടുമിക്ക ഷോപ്സും ബ്രാൻഡഡ് ഷോപ്സാണ്. പക്ഷേ എല്ലാം ലക്ഷറിയസ് ബ്രാൻഡല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ഉണ്ട്. അതുകൊണ്ട് ഏത് തരം ആൾക്കാർക്കും വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വിവോസിറ്റി. അതുകൂടാതെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്ലേ ഏരിയ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇൻഡോർ ആയാലും ഔട്ട്ഡോറിലും, പിന്നെ റൂഫ് ടോപ്പിൽ വരെ ഒരു കളിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം നമ്മളങ്ങനെ നടന്ന് ഇതിൻ്റെ ഷോപ്പിംഗ് മാളിൻ്റെ മേലുള്ള റൂഫ് ടോപ്പിൽ വന്നു. ഈ കാണുന്ന സ്ഥലമാണ്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതെല്ലാം റൂഫ് ടോപ്പിൻ്റെ മേലെയാണ് അവർ ഈ പുല്ല്, ചെടി, ഈവൻ തെങ്ങ് വരെ അതിൻ്റെ മേലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റെല്ലാം വന്നപ്പോൾ ഭയങ്കര അതിശയമായിരുന്നു, എങ്ങനെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ മേലെ തെങ്ങെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതെന്ന്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ റൂഫ് ടോപ്പിൻ്റെ മേലെ തന്നെയായിട്ട് കുറച്ചധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് വെസ്റ്റേണും ചൈനീസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ മേലെ. ഇപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്നത് ഹാർബർ ഫ്രണ്ടിലെ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മേലെയുള്ള റൂഫ് ടോപ്പിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് കാണാം, എൻ്റെ പുറകിൽ ഈ വെള്ളം കാണില്ലേ, ഇത് മുമ്പ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതായിരുന്നു. ഇപ്പോൾ കൊറോണ എല്ലാം കാരണം ഇതെല്ലാം ഇവരിവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നിറയെ കുട്ടികൾ കാണും. വൈകുന്നേരം ആകുമ്പോഴും ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് സാറ്റർഡേ സൺഡേക്ക് ഇഷ്ടം പോലെ കുട്ടികൾ കാണും കളിക്കാൻ ഈ വെള്ളത്തിൽ. ആക്ച്വലി ഇത് ഒരുപാടുണ്ട്, അങ്ങ് നീണ്ടു കിടക്കുകയാണ്. ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇന്തോനേഷ്യക്ക് പോകാനുള്ള ഫെറി എടുത്തിരുന്നത്. ഇവിടെ മുമ്പായിരുന്നെങ്കിൽ കുറേ ഫെറി എല്ലാം കാണാമായിരുന്നു. ഇപ്പോൾ കൊറോണ കാരണം അധികം ഫെറി ഇതൊന്നുമില്ല. അതുകൂടാതെ ഇവിടെ വന്ന് നമുക്ക് ഇരിക്കാമായിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് ഇവിടെ ഷിപ്പൊക്കെ ഉണ്ടാവും, ഷിപ്പ് അതുപോലെ ഫെറി ഇതെല്ലാം കണ്ട് നമുക്കിവിടെ ഇരിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആരും ഇല്ലാത്തത്, കാരണം ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. കൊറോണ കാരണം ഇപ്പോൾ ആർക്കും ഇങ്ങനെ വന്നിരിക്കാനും ഇതിനൊന്നും പറ്റില്ല. പിന്നെ ഷിപ്പൊന്നുമില്ല. ഇനി നമ്മൾ സെൻറ്റോസയിലോട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് മോണോ റെയിൽ എടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ മോണോ റെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറി അവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ കയറാം. ഈ വരുന്നില്ലേ, ആക്ച്വലി ഇതാണ് മോണോ റെയിൽ. അപ്പം നമ്മൾ വേറെ മോണോ റെയിലാണല്ലോ, അപ്പോൾ തൊട്ടടുത്തുള്ള ട്രാക്കിലൂടെ പോണ ഒരു മോണോ റെയിലാണത്. അതുകൂടാതെ ഈ കാണുന്നത് മോണോ റെയിലിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ വിവോസിറ്റി മോളിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ആക്ച്വലി നമ്മൾ ഈ മോണോ റെയിലിൽ കയറിയുണ്ടല്ലോ, നമുക്ക് ഈ ഹാർബർ ഫ്രണ്ടിൻ്റെ ഒരു ഒട്ടുമിക്ക വ്യൂ ഈ മോണോ റെയിലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം.
ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, ആക്ച്വലി ഇതൊരു ഫേമസ് നൈറ്റ് സ്പോട്ടായിരുന്നു മുമ്പ്. കുറേ നൈറ്റ് ക്ലബ്സ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. ഈ കാണുന്നത് ഹാർബർ ഫ്രണ്ടിലെ പോർട്ടിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ആക്ച്വലി നമ്മൾ ഈ മോണോറെയിൽ എടുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ നല്ല കാഴ്ചകൾ കാണാം. പക്ഷേ നമ്മൾ കാറോ ബസ്സൊക്കെ എടുത്ത് റോഡ് മാർഗം പോകണമെങ്കിൽ ഇത്രയും നല്ല വ്യൂസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സെൻറ്റോസിൻ്റെ ഉള്ളിൽ ഒരുപാട് റിസോർട്ട്സും അതുപോലെ ഹോട്ടൽസും ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപും അതുപോലെ നോർത്ത് കൊറിയൻ പ്രസിഡൻ്റ് ആയ കിമ്മും മീറ്റ് ചെയ്തിരുന്നല്ലോ. അവർ മീറ്റ് ചെയ്തത് ഈ സെൻറ്റോസയിലെ കാപ്പല്ല എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. കാപ്പല്ല എനിക്ക് ഇതിലൂടെ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം നമ്മൾ മോണോറയിലൂടെ പോകുമ്പോൾ അത് കാണില്ല. അത് കുറച്ചുകൂടെ ഉള്ളിലോട്ടായിട്ടാണ് ഈ കാപ്പല്ല എന്ന് പറയുന്ന ഹോട്ടൽ. അപ്പം നമ്മൾ മോണോറെയിൽ നിന്ന് വാട്ടർ ഫ്രണ്ട് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോയി അവിടെ നിന്ന് ആക്ച്വലി ഹാർബർ ഫ്രണ്ടിനെയും സെൻറ്റോസയും കണക്ട് ചെയ്തിട്ട് ഒരു വാക്കിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ വാക്കിംഗ് ബ്രിഡ്ജ് എടുത്ത് അതിലൂടെ പോയി അവിടെ നിന്നുള്ള കാഴ്ചകളും കൂടെ കാണാമെന്ന് വിചാരിച്ചു. അതായത് ഈ വാക്കിംഗ് ബ്രിഡ്ജ് ആക്ച്വലി കടലിൻ്റെ മേലെയാണ് കേട്ടോ. ഹാർബർ ഫ്രണ്ട്. നമ്മളിപ്പോൾ സെൻറ്റോസയിൽ വന്നു. സെൻറ്റോസയിൽ നിന്ന് ഈ ഒരു ബ്രിഡ്ജിലൂടെ നടന്നു വേണം നമ്മൾ ആ ഹാർബർ ഫ്രണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതായത് ഒരു ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. വാക്കിംഗ് ബ്രിഡ്ജിൽ ഇതാ ഇതുപോലത്തെ ഷെൽട്ടറും ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഭയങ്കര വെയിലാണ്, മഴയാണെങ്കിലൊക്കെയും ഇതുപോലത്തെ ഷെൽട്ടേഴ്സ് യൂസ് ചെയ്യാം വാക്ക് ചെയ്യാൻ. ഇതുപോലത്തെ ട്രാവലേറ്റർ ഉണ്ട്. ഇപ്പം നടന്ന് നമ്മൾ ക്ഷീണിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ട്രാവലേറ്ററും യൂസ് ചെയ്യാം. ഇതെല്ലാം കടലിൻ്റെ മേലെ കൂടെയാണ്. അവർ എത്ര നന്നായിട്ടാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ബ്രിഡ്ജിൻ്റെ മേലെ ഇതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഫുഡെല്ലാം എടുത്ത് ഇവിടെ വന്നിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നന്നായി റിലാക്സ് ചെയ്തിരിക്കാം. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിനെല്ലാം ഭയങ്കര കാമാക്കും കേട്ടോ ഈ കാഴ്ചകളെല്ലാം.
അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നടന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് നമ്മളിതാ ഹാർബർ ഫ്രണ്ടിലെത്തി. നമ്മളിപ്പോൾ കുറേ ദൂരം നടന്ന് ക്ഷീണിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു ബർഗർ ഷോപ്പ് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് വരുന്ന ബർഗർ ഷോപ്പാണ്. ഒരു വെറൈറ്റി ബർഗേഴ്സ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ചാർക്കോൾ ഗ്രിൽഡ് ബർഗേഴ്സൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ ആ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ബർഗർ വന്നു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ബർഗർ. ആംഗസ് ബീഫ് ബർഗർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ കൂടെ ചേർന്ന് ഞാൻ മീലാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് ഫ്രൈസും ഒരു ഡ്രിങ്ക്സും ഉണ്ട്. ഡ്രിങ്ക്സ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിതൊരു മാംഗോ ജ്യൂസാണ് ഞാൻ ചൂസ് ചെയ്തത്. നല്ല വിശപ്പ്. ബർഗർ കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി പുതിയ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുകൂടാതെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുകൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.